നമ്മൾ സാധാരണക്കാരുടെ ലൈഫിന് ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടെന്ന് പറയുമല്ലോ. കുടുംബം, കുട്ടികള്, ജോലി, വീട്ടിൽ വരുമ്പോ ചായ, അങ്ങനെയുള്ളതൊക്കെ. നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മളുടെ ഫാദർ ബെഞ്ചമിന്റെ ലൈഫ് എങ്ങനെയാണെന്നാണ്. ഒരു പള്ളിയിലച്ഛന്റെ ജനറലി ആൻഡ് സ്പെസിഫിക്കലി ഫാദർ ബെഞ്ചമിന്റെ ലൈഫ്. ഈ ബദനി ആശ്രമം, സ്കൂൾ, കോളേജ്, കൃഷി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോ അച്ഛൻ തന്നെ പറഞ്ഞു, ഇത് എത്ര ഏക്കറാണ് മൊത്തം? ഇത് മുഴുവൻ 10 ഏക്കർ സ്ഥലം. ഇത് LPയുടെ ബ്ലോക്കാണിത്. ഓക്കെ, LP സ്കൂളിൽ പോവാം നമുക്ക്. ഈ ബ്ലോക്കിന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് ബദനി ഔസേപ്പ് ഉപദേശി എന്നാണ്. അതായത് ഇവിടെ 1930 തന്നെ ഈ സ്ഥലം വാങ്ങിച്ചു. പക്ഷെ 65-ലാണ് ഇവിടെ ആദ്യമായിട്ട് സ്കൂൾ തുടങ്ങുന്നത്. അപ്പൊ ആ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം ഈ സ്ഥാപനത്തെ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് കാവൽക്കാരനെ പോലെ നോക്കി നടത്തിയിരുന്ന ഒരു ഉപദേശിയാണ്. അയാളാണ് ഔസേപ്പ് ഉപദേശി അല്ലെ. ഇത് LPക്ക് മാത്രമുള്ള ബ്ലോക്ക്. ഇത്തവണ നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തോ? ക്ലോസ് ആയി. LKGയുടേത് ക്ലോസ് ചെയ്തു. ബാക്കിയുള്ള ഇട ക്ലാസ്സുകളിലേത് നമ്മൾ ഈ ഏപ്രിൽ അവസാനത്തേക്കാണ് നമ്മൾ അതൊരു ചെറിയ എൻട്രൻസ് ടെസ്റ്റ് നടത്തിയിട്ടാണ് അഡ്മിഷൻ എടുത്തത്. ഓക്കെ, കുന്നംകുളത്ത് ബദനിയിൽ പിള്ളേരെ ചേർക്കണം എന്നുള്ളവര് എന്തായാലും വന്ന് ചേർത്തോട്ടാ. കാരണം ഭയങ്കര പെഡിഗ്രിയുള്ള സ്കൂളല്ലേ ഇത്, കിട്ടാനൊക്കെ പാടാണ് അല്ലേ. നമുക്ക് LKGയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 50 കുട്ടികൾ വീതം ഓരോ 4 ഡിവിഷൻ വീതമാണ് അങ്ങനെ കറക്റ്റ് വരുന്നത്. പിന്നെ ഇട ക്ലാസ്സുകളിൽ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ സീറ്റ് ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എത്ര TC പോകുന്നു അത്രയും മാത്രമേ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ അതിന് എൻട്രൻസ് വെച്ചിട്ടായിരിക്കും ചെയ്യുക. ഒരു ക്ലാസ്സിൽ 4 ഡിവിഷൻ, ഒരു സ്റ്റാൻഡേർഡില് 200 കുട്ടികൾ അല്ലെ, അങ്ങനെ +2 വരെ. അപ്പൊ 2400 കുട്ടികളാണ് സ്കൂളിലൂടെ പഠിക്കുന്നത്. ദെൻ KG ഉണ്ട്. 10,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഓഫീസ് സൂപ്രണ്ടന്റ് ആണ് ഇപ്പോള്. പക്ഷെ പറഞ്ഞു വരുമ്പോ ഞങ്ങളുടെ വിദ്യാർത്ഥിയായിരുന്നു, ഞങ്ങളുടെ അധ്യാപകനായിരുന്നു, ഞങ്ങളുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ മാസ്റ്ററാണ്, എല്ലാമാണ്. പേര് രാംദാസ്. ഇവിടെയാണോ പഠിച്ചത്? ഞാനിവിടെ സ്റ്റാൻഡേർഡ് 1 മുതൽ SLC വരെ പഠിച്ചു. 5-ാം വയസ്സ് മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനന്ന് ഭയങ്കര ബിസി ആയിരിക്കുന്ന സമയത്ത് വരുമ്പോഴും അച്ഛന്റെ ബോഡി ലാംഗ്വേജ് ഇത് തന്നെയായിരുന്നു. വളരെ കാം, പീസ്ഫുൾ, സെറീൻ. സ്കൂളിനൊരു സിസ്റ്റം ഉണ്ടല്ലോ. 60 വർഷമായ സ്കൂളാണ്. അത് ഓരോ സ്ഥലത്ത് ഓരോ കാര്യങ്ങളും ചെയ്യാൻ ആളുകളുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് എപ്പോഴും വലിയ തിരക്കൊന്നും വരുന്നില്ല. നമ്മളതൊന്ന് നോക്കി ഒരു മേൽനോട്ടമായിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് കൊടുത്താൽ മതി. എന്റെ പ്രിൻസിപ്പളായിട്ട് ഇപ്പോൾ ഉള്ളത് യാക്കോബച്ചനാണ്. യാക്കോബച്ചൻ പറയും എന്റെ കെയറിംഗ് ഫാദർ ആണ് ബെഞ്ചമിൻ അച്ഛൻ എന്ന് പറയും. കാരണം ഞാൻ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എപ്പോഴും ചിരിക്കുക അല്ലെങ്കിൽ ക്ഷയിക്കാൻ ഇങ്ങനെ പോയിട്ട് അവര് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ, ഇങ്ങനെ വന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അച്ഛൻ പറയും അങ്ങ് പിള്ളേരെ സോപ്പിടല്ലേ, അല്ലെങ്കിൽ പിള്ളേർക്ക് തോള കയറുക എന്നൊക്കെ അച്ഛൻ പറയും. ഇവിടെ ചേരുന്ന കുട്ടികൾ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകും അല്ലേ? അല്ല, നമ്മളിപ്പോ ഒരു 3 വർഷമായിട്ട് നമ്മളൊരു കോളേജും കൂടി തുടങ്ങിയിട്ടുണ്ട്. ഓ, അപ്പൊ 15 കഴിഞ്ഞിട്ടേ പോകും. അതെ, അങ്ങനെയാ. ഇത് കണ്ടോ, ബദനി കോളേജിൽ പഠനം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ്. AVT, MRF പോലുള്ള കമ്പനികളിലായിട്ട് എന്റെ ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾ ഈ കഴിഞ്ഞ ദിവസം പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി. എല്ലാവരും വിദ്യാർത്ഥികളായി വന്നവർ ഉദ്യോഗാർത്ഥികളായിട്ടാണ് പുറത്തു പോയത്. ബദനി പണ്ട് തൊട്ടേ ഒരു ലെഗസി കീപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആദ്യകാല പ്രിൻസിപ്പള് ലാസറച്ചൻ, കുര്യാക്കോസച്ചൻ, ഇവര് തുടങ്ങി വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. വെറുതെ പാഠപുസ്തകം പഠിപ്പിക്കുന്നതിനപ്പുറത്ത് ഓരോ കുട്ടിയുടെയും കഴിവ് കണ്ടെത്തി അതിനനുസരിച്ചിട്ട് ഉള്ള മോൾഡ് ചെയ്ത് കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് തൊട്ടുള്ള എല്ലാ മേഖലയിലും ബദാനിയൻസ് ഉണ്ട്. ഇവിടെ പഠിക്കുന്ന അല്ലെ ഇവിടെ പഠിച്ചിറങ്ങുന്നവരെ നമ്മൾ വിളിക്കുന്നത് ബദാനിയൻസ്. ബദനിയുടെ മക്കളാണ് അവര്. SSLCയുടെ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്കൂളിൽ. ഇപ്പൊ ആള് ഡോക്ടറാണ്, ഡോക്ടർ മെർണീപ്പൻ. മെർൺ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത് ചില കാര്യങ്ങളിൽ ഉഴപ്പാൻ ശ്രമിക്കുമ്പോൾ ബദനി ആയതുകൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് എനിക്ക് ഈ സ്റ്റെപ്പിലേക്കൊക്കെ മോൾഡ് ചെയ്യേണ്ട പ്രായത്തില് മോഹൻലാൽ പറഞ്ഞ പോലെ ക്യാച്ച് ദം യങ് എന്ന് പറയുന്ന സംഗതി. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ബസ്സുകളൊക്കെ ഇട്ടിട്ടുള്ള സംഗതി. അവർക്ക് ബസ് സർവീസ് കാര്യങ്ങൾ. ഇവിടെ ഒരു വലിയ ഓഡിറ്റോറിയം ഉണ്ട് കുട്ടികളുടെ കലാപരിപാടികൾക്കൊക്കെ ആയിട്ട്. ദെൻ ദർ ഇസ് എ ചർച്ച് ഇപ്പൊ അടച്ചിട്ടിരിക്കുകയാണ്. മാസിന്റെ സമയത്താണ് തുറക്കുക. അച്ഛന്റെ ഇവിടുത്തെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അച്ഛൻ ഏറ്റെടുത്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അച്ചീവ്മെന്റ്സ് അതൊക്കെ എന്തൊക്കെയാണ്? ഒന്നാമതുള്ളത് ഇത്രയേ ഉള്ളായിരുന്നു. എന്റെ മുൻഗാമികളായിട്ട് ആശ്രമത്തിലെ അച്ഛന്മാര് ചെയ്തിരുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും മുടക്കം വരാതെ നടത്തണം. രണ്ടാമത്, ഞങ്ങൾക്ക് പണ്ട് ഹോസ്റ്റലായിട്ടുണ്ടായിരുന്ന ഒരു ബിൽഡിങ് ഇപ്പൊ വലിയ ഉപയോഗമൊന്നും ഇല്ലാതെയായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഗുരുവായൂർ റോട്ടിൽ ഒരു വീടുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ വെറുതെ അടച്ചു കെട്ടി കിടക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളതിനെ കുറിച്ചിട്ടും ഈ കാലത്തിന് എന്താ ആവശ്യം എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും മറ്റുള്ളവരോട് ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു കോളേജ് തുടങ്ങാൻ സാധിച്ചു. ഇവിടെ നമുക്കൊരു പകൽ വീട് തുടങ്ങാം. അതെ. പിന്നെ ഉള്ളതാണ് രണ്ടാമത് ഈ പകൽ വീട് എന്ന് പറയുന്നത്. പകൽ വീട് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടത്. ഇതാണ് അച്ഛന്റെ ലോകം അല്ലേ? അപ്പൊ അന്ന് 15 വയസ്സിൽ സെമിനാരിയിൽ ചേരണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോ ഇതായിരിക്കും ലോകം എന്നുള്ളത് അറിഞ്ഞിരുന്നില്ല. ഞാൻ ആശുപത്രി വന്നു കഴിഞ്ഞുള്ള ആദ്യത്തെ എന്റെ മനസ്സിനെ ഒത്തിരി പ്രയാസപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു സുനാമി വന്നപ്പോ.
അന്ന് ഞാൻ ആശ്രമത്തിൽ ഒരു ഷമ്മാശം പോലും ആയിട്ടില്ല. എനിക്കൊന്നും പോയി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടവും പ്രയാസവും ഒക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാലം വന്നപ്പം എല്ലാ സ്ഥലത്തും ഓടിയെത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് അതിനെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം 2018 വലിയ വെള്ളപ്പൊക്കത്തിനാണെങ്കിൽ ആ ഒരു സമയം മുഴുവനും ആശ്രമത്തിന്റെ ഒരു നേതൃത്വത്തിൽ ഞങ്ങൾ നടന്ന് കഞ്ഞി കൊടുക്കേണ്ടടുത്ത് കഞ്ഞി കൊടുക്കുകയും അത് കഴിഞ്ഞ് ഇവിടെ നിലമ്പൂര് കവളപ്പാറ മണ്ണിടിച്ചിൽ വരുമ്പോഴാണെങ്കിലും ഞങ്ങൾ അവിടെ പോയി NDRFിന്റെ കൂടെയാണ് 3 ദിവസം. ആ ചെളിക്കകത്ത് മരങ്ങൾ മുഴുവനും മുറിച്ചിടുന്നത് ചുമ്മി മാറ്റുകയും ഡെഡ് ബോഡി കണ്ടെത്താൻ വേണ്ടിയിട്ടും ഒക്കെ അവരുടെ കൂടെ ചെയ്യാൻ പറ്റി. ഇപ്പൊ അവസാനമാണെങ്കിലും ഈ മുണ്ടക്കൈ ദുരിതത്തിനാണെങ്കിലും രാത്രി കൊണ്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ 2 ലോഡ് സാധനമായിട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ നിൽക്കുന്നത് അച്ഛൻ തുടങ്ങിയ കോളേജിലാണ്. ഇതൊരു പഴയ ഹോസ്റ്റൽ കെട്ടിടമായിരുന്നു. ഇവിടെ ഏതൊക്കെ കോഴ്സുകളാണ് നമ്മൾ ഇപ്പൊ നമുക്കുള്ളത് BBA, PCA, BCom. അപ്പൊ ബദനിയുടേതായ ഈ കോളേജിൽ ചേരണമെങ്കിൽ എന്താ ക്രൈറ്റീരിയ? കോളേജിൽ ചേർന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഇല്ല. സാധാരണ കോളേജുകളിലുള്ള അതെ. ഇവിടെ നമ്മൾ അഡ്മിഷന്റെ കാര്യത്തിൽ ഞങ്ങൾ പ്രിൻസിപ്പൽ സാറിനോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തേ ഉള്ളൂ, തീർത്തും മാർക്ക് കുറവുള്ളവരെ ഒന്നും മാനേജ്മെന്റ് കോട്ട എന്നുള്ള രീതിയിലൊന്നും അഡ്മിഷൻ കൊടുക്കണ്ട. കാരണം ഇപ്പൊ +2-ന് ഒരു 65-70% മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ, വളരെ ഈസി ആയിട്ടുള്ള. അപ്പൊ അത്രയും കിട്ടുന്നില്ലെങ്കിൽ അതിന് 2 അർത്ഥമുള്ളത്. ഒന്ന്, ആ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ല. 2, ആ കുട്ടിയുടെ പേരന്റ് കുട്ടിയുടെ പഠന കാര്യത്തിൽ തീർത്തും ശ്രദ്ധിക്കാത്ത പേരന്റാണ്. അങ്ങനെയുള്ള ഒരാൾ ഇവിടെ വന്ന് കയറിയാൽ ഇവിടെ നമുക്ക് വരുന്നത് 85-ഉം 90-ഉം 95-ഉം ഒക്കെ മാർക്കുള്ളവരായിരിക്കും. അപ്പൊ ഈ തീരെ മാർക്ക് കുറഞ്ഞ ഒരാൾ വന്ന് കയറിയാൽ അതിൻ്റെതായുള്ള ബുദ്ധിമുട്ട് വരും എന്നുള്ളത്. 2, ഞാൻ സാറിനോട് പറഞ്ഞിട്ടുള്ളത്, നമ്മളുടെ ടൈമിങ് രാവിലെ 9 മണി തുടങ്ങി ഉച്ചയ്ക്ക് 2 മണി വരെയാണ് യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് അവരുടെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ 2:45 മുതൽ 4 വരെയുള്ള സമയത്ത് നമ്മൾ ഓരോ കുട്ടിക്കും ഏതെങ്കിലും ഒരു സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ BCA-കാർക്കാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡാറ്റാ സയൻസ് എന്ന് പറഞ്ഞൊരു പാക്ക് ഉണ്ട്. BCom-കാർക്കാണെങ്കിൽ ACCA അല്ലെങ്കിൽ CMA. അച്ഛൻ ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം ഇന്ന് വളരെ ഡിമാൻഡുള്ള, വളരെ റെലവെന്റ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഇതിന്റെ കൂടെ. അതുകൊണ്ടാണ് MRF, AVT പോലെയുള്ള കമ്പനികൾ വന്നിട്ട് ഞങ്ങളുടെ കുട്ടികളെ എല്ലാം പറക്കിക്കൊണ്ട് പോയത്. എത്രയൊക്കെയാണ് പാക്കേജ്? 22 to 35. തീർത്തും അടിച്ചുപൊളിക്ക് മാത്രമുള്ളവർ ഇങ്ങോട്ട് വരണ്ട. എന്നാൽ അടിച്ചുപൊളി ഉണ്ട്. അതായത് വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് അവർക്ക് DJ പോലെയുള്ള സംവിധാനങ്ങൾ നമ്മൾ മൈക്ക് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ കോളേജിൽ ഒരു ടിപ്പിക്കൽ ക്ലാസ് റൂം. സ്മാർട്ട് ക്ലാസ് റൂം ആണ്. ദെൻ ട്രഡീഷണൽ സിസ്റ്റം ഉണ്ട്, CCTV ഉണ്ട്, AC റൂമും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ സൗകര്യങ്ങളെക്കാൾ ഉപരി ഇവിടുത്തെ കരിക്കുലത്തില് നിങ്ങൾക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, നിങ്ങൾ പിന്തുടരുന്ന എങ്ങനെയാണ്? അതായത് നമ്മൾ അഡ്മിഷന് വരുന്ന ഓരോ കുട്ടിയെയും പേരന്റിനെ ഇരുത്തിയിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കും, അവരെ ബോധ്യപ്പെടും. നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ചാൽ മതി. കാരണം വെറുതെ 500 രൂപ അതിന് കളയണ്ടെന്നുള്ളത്. അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സിനിമയിൽ കണ്ട അല്ലെങ്കിൽ ചേട്ടന്മാര് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ക്യാമ്പസ് ലൈഫ് ഇവിടെ കിട്ടില്ല. ഇവിടെ പഠനമാണ് മുഖ്യം. 9 മണി പ്രയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 9:05-ന് ഗേറ്റ് പോകും. അത് കഴിഞ്ഞുള്ളവർ വീട്ടിൽ പോക്കോട്ടെ. പക്ഷെ അവര് വെറുതെ സിനിമയ്ക്ക് വിടത്തില്ല. ക്ലാസ് ടീച്ചർ അപ്പൊ തന്നെ വിളിച്ച് പറയും കുട്ടി ക്ലാസ്സിൽ വന്നിട്ടില്ല. അത് അവിടെ മെസ്സേജ് ഇടും. അപ്പൊ പേരൻസിനോട് ചിലപ്പോൾ ഞങ്ങൾ ചോദിക്കും, എന്താ നിങ്ങളുടെ കുട്ടി ഇന്നിങ്ങനെ. അങ്ങനെ അതായത് നിരന്തരം ഒരു കണക്റ്റഡ് ആണ്, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അച്ഛന്റെ ബാക്കിയുള്ള കുറച്ച് സെക്ടറുകൾ കൂടി നമ്മൾ കാണിക്കുകയാണ്. ഞങ്ങളുടെ ലൈബ്രറി നമുക്കൊന്ന് കാണാം. വീഡിയോ കാണാറുണ്ട് അല്ലേ? പേര് ബിനീഷാണ് ലൈബ്രറിയൻ. ഇതിവിടെ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് അല്ലേ? ഞാൻ ലൈബ്രറി ഒന്ന് കാണണമെന്ന് പറഞ്ഞതിന്റെ കേസ്, സോക്കോൾഡ് ലൈബ്രറിയിലെല്ലാം കാണുന്ന ബോർഡാണ് കീപ് സൈലൻസ് എന്നുള്ളത്. എന്നാൽ ഞങ്ങൾക്ക് സൈലൻസ് ഇല്ലാത്ത ഒരു ലൈബ്രറി ഏരിയ ഉണ്ട്. എവിടെ? അതാണ് കാണിക്കേണ്ടത് ഇവിടെ. അതായത് ഗാർഡൻ ലൈബ്രറി. ഇവിടെ ഗാർഡനൊക്കെ വെച്ചിട്ട് ഇവിടെ ഫോൺ ഉപയോഗിക്കാം, അവർക്ക് കൂട്ടം കൂടി ഇരുന്നിട്ട് സംസാരിക്കാം, ഡിസ്കഷൻ ഒക്കെ ആകാം, എന്തും ആകാം. ഡോക്ടർ CL ജോഷി കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഉണ്ടായിരുന്നു, വന്നപ്പോ ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ യാക്കോബച്ചൻ എന്ന് പറഞ്ഞത് യാക്കോബച്ചൻ സ്കൂളിന്റെ ഇത് കോളേജ് എവിടെയാ? സ്ഥലം എവിടെയാ? പാവറട്ടി അടുത്താണ്. സാറ് തൃശ്ശൂർ സെന്റ് തോമസ് കോളേജില് കെമിസ്ട്രി അധ്യാപകനായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നു, സെനറ്റ് മെമ്പർ ആയിരുന്നു, അവസാനം രജിസ്ട്രാർ ആയിരുന്നു. രജിസ്ട്രാറായി റിട്ടയർ ചെയ്ത് 1 വർഷം വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോയി ഞങ്ങളുടെ കൂടെ കൂടാമോ എന്ന് ചോദിച്ചു ഞങ്ങളുടെ കൂടെ കൂട്ടിയേക്കുക. ഇതാണ് ഒരു കോളേജിലെ ദ മോസ്റ്റ് ഡ്രെഡഡ് ഓഫീസ് അല്ലേ? പണ്ട് ഞങ്ങൾ പഠിക്കുമ്പോ പ്രിൻസിപ്പൽ എന്നുള്ള ബോർഡ് കാണുമ്പോ പേടിച്ചോടുന്ന കാലാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല. ഇതാണ് മാഷിന്റെ ഓഫീസ്. ഐ ലവ് ദിസ് ഓഫീസ്. അച്ഛന്റെ ഓഫീസിനേക്കാളും സൂപ്പർ ഓഫീസ് ഈ ഓഫീസാണ്. കോളേജിന്റെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണമല്ലോ.
ഇപ്പോൾ കോളേജ് തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ ഞാൻ കേരളത്തിൽ ഒരു 13 കോളേജുകൾ വിസിറ്റ് ചെയ്തു. എല്ലായിടത്തും നല്ല കാര്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ഫോട്ടോ എടുത്ത് വന്നിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നമ്മുടെ ബിൽഡിങ്ങിനെ റീമോൾഡ് ചെയ്തെടുത്തത്. അപ്പൊ ഞാൻ അതിന് ശ്രദ്ധിച്ച ഒരു കാര്യമായിരുന്നു, പ്രിൻസിപ്പളിന്റെ ക്യാബിനിൽ തന്നെ പ്രിൻസിപ്പളിനെ റെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വാഷ് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള സംവിധാനം വേണമെന്ന്. കാരണം ചിലയിടത്ത് നമ്മൾ കണ്ടത് മറ്റ് സ്റ്റാഫ് പോകുന്നിടത്ത് പോയി പ്രിൻസിപ്പളും വെയിറ്റ് ചെയ്ത് നിൽക്കണം എടുക്കണം. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു പാൻട്രി അങ്ങനെയൊക്കെയുള്ള സംവിധാനം എല്ലാ സംവിധാനം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ് ഈ വെക്കേഷൻ ടൈമിൽ പ്രിൻസിപ്പാൾമാർ എന്ത് ചെയ്യും? പുതിയ എൻക്വയറീസ് വരും. അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷന്റെ എൻക്വയറീസ്. എത്ര കുട്ടികളാണ് നിങ്ങൾ അഡ്മിഷൻ? 3 സബ്ജക്റ്റും കൂടിയിട്ട് 90 സീറ്റ് നമുക്ക്. അപ്പൊ ഈ കോളേജ് സെക്ഷന്റെ ഫസ്റ്റ് പ്രിൻസിപ്പൽ ആണോ? നടന്നൊന്ന് തളർന്നു, അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇക്കൊല്ലം മുതൽ കോളേജിൽ എന്തോ പുതിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ഫിൻടെക് എന്ന് പറയുന്ന, ഇപ്പൊ എല്ലാവരും ഡിജിറ്റൽ മണി ട്രാൻസാക്ഷൻ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പുതിയ കോഴ്സ് ഉണ്ട്. അതുകൂടാതെ ഞങ്ങൾ ബദാനിയ ആസ്പിറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സിവിൽ സർവീസ് ഉൾപ്പെടുന്ന UPSC എക്സാംസ്, അതുപോലെ തന്നെ നമ്മുടെ PSC എക്സാംസ്, അതിന്റെ കോച്ചിങ് എന്നുള്ള നിലയ്ക്ക് കുട്ടികൾ രാവിലെ നേരത്തെ വരും, അവരും ടീച്ചേഴ്സ് കുറച്ച് നേരത്തെ വരും, ഒരുമിച്ച് കുറെ ക്വസ്റ്റ്യൻസ് അവർ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഒരു എന്ത് ചെയ്യുന്നു, മ്യൂച്വൽ ഷെയറിങ്ങോട് കൂടിയിട്ട് വരുന്ന ഒരു ഇതാണ് ബിംസിന്റെ ആസ്പിറൻസ് പറഞ്ഞിട്ട് പുതിയ പരിപാടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കോളേജിലുള്ള കുട്ടികളാണ്. അച്ഛനെ കാണാൻ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് നമ്മൾ മുമ്പ് കണ്ട ആൾ തന്നെയാണ്. പേര് ഞാൻ മറന്നു, സോറി. ബിജോയ് അല്ലേ? ഇവർ 2 പേരാണ് ഇവിടെ അല്ലേ? ബിജോയും ജോസും ആണ് ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ പ്രധാന നട്ടലുകൾ. മാനേജർമാര് മാറി മാറി വരും, മാറാതെ നിൽക്കുന്നവർ ഇവരാണ്. 27 വർഷമായി, 25 വർഷമായി ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ നമുക്ക് അച്ഛൻ താമസിക്കുന്ന സ്ഥലം ഒന്ന് കാണാൻ പറ്റുമോ? പുറത്തുനിന്ന് വീടായിട്ടില്ല, ഇതിന്റെ തൊട്ടപ്പുറത്തെ മുറിയാണ്. അല്ലാണ്ട് സെപ്പറേറ്റ് അങ്ങനെ ഒരു വീടായിട്ടില്ല. ഇല്ല. ഇവിടെ ഒരു പുൽക്കുടിലിന്റെ ആകൃതിയിൽ ഒരു സംഗതി ഉണ്ടല്ലോ, എന്താ ഇത്? ഒരു മൺവീടാണ്. കോവിഡിന്റെ 1ാം ഫേസ് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങാതെ ഇരുന്ന് കഴിഞ്ഞ് ഞാനും അന്ന് ഞങ്ങളുടെ ഇവിടെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള പത്രോസിനും ഞങ്ങള് മറയൂര് ഒരു ദിവസം ഒന്ന് കാണാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോ ഒരു മൺവീട് കണ്ടു. അവിടുത്തെ ചേച്ചി ചേട്ടന്മാർ അത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോ അതേ ആവേശത്തിൽ ഇവിടെ വന്നിട്ട്, ഇത് മൺവീടാണ്, അല്ലല്ല, മുഴുവൻ മണ്ണ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കും. അതേപോലെ തന്നെ ഒരു ഗുഹ ഉണ്ടാക്കിയതാ ഇവിടെ. ഇതുണ്ടല്ലേ, ഉണ്ട്, കേറിപ്പോ. ഇത് കണ്ടിട്ടില്ല, ഞാൻ വിചാരിച്ചു വെറുതെ ഇവിടം വരെ ഉള്ളൂ. അല്ലല്ല, ഇത് കാണുമ്പോൾ ഒരു ഓപ്പൺ സ്റ്റേജാണ്. ഇത് എന്തിനാ ഇപ്പൊ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഒറേറ്ററി ക്ലബ് ഉണ്ട്. പ്രസംഗത്തോട് ഒരല്പമെങ്കിലും ഇഷ്ടവും താല്പര്യമുള്ള കുഞ്ഞുങ്ങളെ ചേർത്ത് 1-2 ടീച്ചേഴ്സിനെ അതിന്റെ ചുമതല കൊടുക്കും. അവര് 4 മണി കഴിഞ്ഞുള്ള സമയത്ത് ഇവിടെ വരും. അപ്പൊ ആദ്യം കുഞ്ഞുങ്ങൾ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഒന്നും വരില്ല, 2 വാക്ക് 2 സെന്റൻസ് ഒക്കെ പറഞ്ഞ് അവർ നിർത്തും. ഇപ്പൊ ഇവിടുന്ന് നല്ല പ്രസംഗകരും നല്ല പാട്ടുകാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ സ്റ്റേജിൽ നിന്ന്. അവിടേക്ക് നോക്കുമ്പോൾ ഒരു ബോർഡ് കണ്ടോ? പെട്ടെന്ന് അത് കാണുമ്പോൾ എന്ത് തോന്നിയോ? വനമാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്നിട്ട് നമ്മൾ ഒരു 3 വർഷം മുമ്പ് ഇത് സ്കൂളിലെ കുട്ടികൾ ഒന്നും കയറ്റാണ് പരിപാലിക്കുന്നത്. അതെ അല്ലേ? ഇത് എന്തോരം? 5 സെന്റ് സ്ഥലം. ശരിക്കും അപ്പൊ അച്ഛന്റെ ഒരു ടിപ്പിക്കൽ ഡേ എത്ര മണിക്ക് തുടങ്ങുന്നു, എത്ര മണിക്ക് അവസാനിക്കുന്നു, അതിനിടയിൽ എന്തൊക്കെയാ സംഭവിക്കുക? തുടങ്ങുന്നത് രാവിലെ 5 മണിക്ക്, 5:30 പള്ളിയിലെ പ്രാർത്ഥന എല്ലാ ദിവസവും. ഒരു 6:15 ആകുമ്പോൾ പ്രാർത്ഥന കഴിയും. വന്ന് അത്യാവശ്യം പത്രം വാർത്തകൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ദിവസത്തേക്കുള്ള പ്ലാനിങ് തുടങ്ങും. ആരോടൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറയണം, എടുക്കണം, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞൊരു 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ആ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വരുമ്പോൾ കുളിച്ച് കുപ്പായെല്ലാം മാറിയാ വരുന്നത്. അത് പിന്നെ ഇങ്ങനെ പകല് സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല. പിന്നെ വൈകിട്ട് 6 മണിക്ക് വീണ്ടും പള്ളിയിൽ പ്രയർ. അത് കഴിഞ്ഞ് കയറിയിട്ടായിരിക്കും കുപ്പായം ഒന്ന് മാറുന്നതും ഒക്കെ. ഏത് കാര്യമായാലും ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്താൽ മുമ്പോട്ട് പോകില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും അനുഭവവും. ഞാൻ എൻ്റേത് എന്നുള്ള ചിന്തയിൽ അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുമെന്നൊക്കെ പറഞ്ഞ് എടുത്ത് ചാടിയിട്ടുള്ളതൊന്നും നടന്നിട്ടില്ല. ദൈവമേ എന്നെ നടത്തണമെന്ന് പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ. ജീസസ് പലർക്കും പലതാണല്ലോ. ഇപ്പോ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വളരുന്ന സംഗതികളാണ്. ഐ എം മുസ്ലിം. അപ്പൊ നമ്മളെപ്പോഴും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്രിസ്ത്യാനി ആയാൽ മതി എന്ന് പറയും നമ്മൾ. കാരണം നമ്മൾക്ക് ജെൻഡർ ഡിഫറൻസുകൾ ഇല്ലാതെ പള്ളിയിൽ പോവാം. കുംഭസാരം ഒരു തെറപ്പി പോലെയാണ്. ദെൻ ഭക്ഷണത്തിനോ വസ്ത്രങ്ങൾക്കോ അങ്ങനെ മനുഷ്യന്റെ മറ്റുള്ളവന് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കേണ്ട കാര്യങ്ങൾക്കൊന്നും ഒരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഇല്ല. ഇപ്പൊ ഞങ്ങളുടെ ഇസ്ലാമിലാണെങ്കിൽ ഐ എം നോട്ട് ബ്ലെയിമിങ് ഇസ്ലാം ഫോർ വ്യൂസ് ഓർ എനിത്തിങ്. പക്ഷെ ഭയങ്കരമായിട്ടുള്ള ചിട്ടകളുള്ള മതമാണ് ഞങ്ങളുടെ മതം. പണ്ട് ഉസ്താദ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മള് നമസ്കരിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും പത്തിരി അവിടെ ഇട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അയാൾ ഇത്ര പൈസ തരാനുണ്ടല്ലോ, അവിടെ പോകാനുള്ള ഓർമ്മ വരിക. ആ ഓർമ്മ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരം പോയി എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾക്കൊരു പേഴ്സണൽ ബിലീഫ് ഉണ്ടാവുമല്ലോ. ഞാൻ ആ പേഴ്സണൽ ബിലീഫ് വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് അത്തരം ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരുന്നതാണ്. അതിനിടയിൽ ഒരു ഓർമ്മ വന്നു കഴിഞ്ഞാലും ആ ഓർമ്മയെ മറികടന്നിട്ട് ഐ എം പ്രേയിങ് ടു ദ ഗോഡ് എന്നുള്ളത് മനസ്സിൽ അത് എല്ലാ മതത്തിലും അല്ലെ എല്ലാ മനുഷ്യർക്കും ഉള്ള കാര്യം. അപ്പോ പുരോഹിതനാകേണ്ടിയിരുന്ന ഒരാളും പുരോഹിതനായി ജീവിതം തിരഞ്ഞെടുത്ത ഒരാളും തമ്മിലുള്ള സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.